ഹലോ നമസ്കാരം. എല്ലാവർക്കും PSC വിത്ത് അനന്തു NRDയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. കോട്ടയം രാജവംശം സ്ഥാപിച്ചതാര്? ഹരിചന്ദ്ര പെരുമാൾ. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. മലബാറിൽ ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്ന ശക്തവും തീവ്രവുമായ സമരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി പഴശ്ശിരാജ നിലനിന്നിരുന്ന യുദ്ധമാണ് ഒന്നാം മൈസൂർ യുദ്ധം. പഴശ്ശി വിപ്ലവങ്ങൾ തുടങ്ങാൻ കാരണം കോട്ടയം രാജ്യത്തിൻ്റെ നികുതി ഉൾപ്പെടെയുള്ള ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടാൻ തുടങ്ങിയത്. പഴശ്ശി കലാപത്തിൻ്റെ കാലയളവ്, അതായത് ഒന്നാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചാണ് പറയുന്നത്. 1793 തൊട്ട് 1797 വരെ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് തുടക്കം കുറിച്ചതിൻ്റെ കാരണം ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ നികുതി പരിഷ്കരണങ്ങൾ. ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, കോട്ടയം രാജവംശം എന്ന് നമ്മളിവിടെ പറഞ്ഞത് കോട്ടയം ജില്ലയെക്കുറിച്ചല്ല, കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം എന്ന സ്ഥലത്തെക്കുറിച്ചാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് വീരകേരള സിംഹം. അതേപോലെ തന്നെ പഴശ്ശിരാജയുടെ മറ്റു പേരുകളാണ് പുരളിശെമ്മൻ, കേരളസിംഹം എന്ന് വിളിച്ചത് അല്ലെങ്കിൽ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ, കെട്ടിയോട്ട് രാജ എന്നിങ്ങനെ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നതാണ്. സർദാർ KM പണിക്കർ രചിച്ച പുസ്തകങ്ങളാണ് കേരളസിംഹം, പറങ്കിപ്പടയാളി. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയുടെ കേന്ദ്രമായിരുന്ന മല, അതായത് പഴശ്ശിയുടെ യുദ്ധഭൂമി എന്നും പറയും, പുരളിമല. പുരളിമല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂരിലാണ്, അതായത് തലശ്ശേരി താലൂക്കിലാണ്, അല്ലെങ്കിൽ ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമെന്നും പറയാം. അപ്പോൾ പുരളിമല കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗം കൂടിയാണ്. പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി കണ്ണമത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പുനായർ. തിരിഞ്ഞു പോകരുത്, പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രിയാണ് കണ്ണമത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ, സൈന്യാധിപൻ എന്ന് പറയുമ്പോൾ അവിടെ അമ്പും വില്ലും അതൊക്കെ ഒന്ന് ഓർത്താൽ മതി. അപ്പം കൈതേരി അമ്പുനായർ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര് എന്നും പറയും. ഇനി നമുക്ക് ഒന്നാം പഴശ്ശി വിപ്ലവം നോക്കാം. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലയളവ് 1793 മുതൽ 1797 വരെയായിരുന്നു. 1792 ശ്രീരംഗപട്ടണം സന്ധിക്ക് മലബാർ കൊച്ചി പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്നു. നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്ക് കൊടുക്കുന്നു. ബ്രിട്ടീഷുകാർ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ തെറ്റായ നികുതി പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നു. അതാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവായിരുന്നു. 1797 ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിച്ചത്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം നോക്കാം. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലയളവ് 1800 തൊട്ട് 1805 വരെയായിരുന്നു. ഏത് യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം? നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമം. വയനാട്ടിലെ ആദിവാസി സമൂഹം കുറിച്യർ. അതേപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി ആരായിരുന്നു? തലക്കൽ ചന്തു. തലക്കൽ ചന്തുവിൻ്റെ അറിയപ്പെടുന്ന പോരാട്ടമാണ് പനമര യുദ്ധം. പഴശ്ശി കലാപങ്ങളുടെ ഭാഗമായ പനമരക്കോട്ട യുദ്ധം നടന്ന വർഷം 1802 അതായത് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയായിരുന്നു. അതിനിടയിലായിരുന്നു പനമരക്കോട്ട യുദ്ധം നടന്നത് 1802. 1802 പനമരക്കോട്ട പിടിച്ചെടുത്തവർ ആരൊക്കെ? എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു. കുറിച്യ സൈന്യം കീഴടക്കിയ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ നേതാവ് ക്യാപ്റ്റൻ ഡിക്കൻസൺ.
തലയ്ക്കൽ ചന്തു ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അകപ്പെട്ട വർഷം 1805 നവംബർ 15. വയനാടൻ കുന്നുകളിൽ വെച്ച് പഴശ്ശിരാജ ഗറില്ല യുദ്ധം നടത്തിയത് ആരുടെയൊക്കെ സഹായത്തോടെയാണ്? കുറുമ്പരുടെയും കുറിച്യരുടെയും. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായി അധികാരത്തിലിരുന്നത് തോമസ് ഹാർവേ ബാബർ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയുടെ സൈന്യത്തെ നയിച്ചവർ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, ഇടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ. ഇതിലെ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ആരായിരുന്നു? പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി. അതേപോലെ കൈതേരി അമ്പുനായർ, അമ്പുനായർ ആരായിരുന്നു? സർവ സൈന്യാധിപൻ അല്ലയോ? അതേപോലെ ഇവിടെ ഇടച്ചേന കുങ്കൻ ആരാന്നും പറയുന്നുണ്ട്. പഴശ്ശിരാജയുടെ നായർ സൈന്യ തലവനായിരുന്നു ഇടച്ചേന കുങ്കൻ. അപ്പോൾ കൈതേരി അമ്പുനായരും ഇടച്ചേന കുങ്കനും തമ്മിൽ തെറ്റിപ്പോകരുത്. പഴശ്ശിരാജയുടെ സർവ സൈന്യാധിപനായിരുന്നു കൈതേരി അമ്പുനായർ. പഴശ്ശിരാജയുടെ നായർ സൈന്യ തലവനായിരുന്നു ഇടച്ചേന കുങ്കൻ. രണ്ടാം പഴശ്ശി വിപ്ലവം അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് പട്ടാള മേധാവി ആർതർ വെല്ലസ്ലി. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആളാണ് ആർതർ വെല്ലസ്ലി. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തേതും വലുതുമായ കുറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ കീഴ്പ്പെടുത്തിയതാര്? ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർതർ വെല്ലസ്ലി നിയമിച്ച 1200 പോലീസുകാർ അടങ്ങിയ പ്രത്യേക സേനയുടെ പേര് കോൽക്കാർ. 1805 നവംബർ 30 വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്തുള്ള മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ചാണ് പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത്. എന്നെ തൊട്ടശുദ്ധമാക്കരുതെന്ന് ബ്രിട്ടീഷ് സൈന്യത്തോട് പറഞ്ഞാണ് നിലംപതിച്ചത്. പഴശ്ശി സ്മാരകം അപ്പോൾ എവിടെയായിരിക്കും? വയനാട് ജില്ലയിലെ മാനന്തവാടി. പഴശ്ശി ഡാം കണ്ണൂർ ജില്ലയിലെ വളപട്ടണം നദിയിൽ. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. നിലവിലുള്ള പഴശ്ശി കോളേജുകൾ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി, കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ. പഴശ്ശിരാജയെ ആസ്പദമാക്കി പുള്ളിമാനും പഴശ്ശിയും എന്ന കൃതി രചിച്ചത് പി. കുഞ്ഞിരാമൻ നായർ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരൻ. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി. പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് കാണുന്നത് വരെ ബൈ.